അങ്ങനെ ഞാനും പൊന്മുടി പോയി. KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നുള്ള യാത്രയുടെ സുഖമൊന്ന് വേറെ തന്നെയാണല്ലോ. ഇതാണ് ഞാൻ കണ്ട പൊന്മുടി. ഏകദേശം ഒരു 2 മണി ഉച്ചയ്ക്ക് ആ ടൈമിലാണ് ഞാൻ പൊന്മുടിയിലെത്തിയത്. കോട ഇറങ്ങി കിടക്കുന്ന പൊന്മുടിയാണ് ഞാൻ കാണുന്നത്. അവിടെ പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്. ആദ്യം ചെന്നപ്പോഴത്തേക്ക് കോട ഇറങ്ങി കിടക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചാറ്റമഴ ഉണ്ടായിരുന്നു. പിന്നെ ആകാശമൊക്കെ തെളിഞ്ഞ് ഒരു വെയിൽ എന്നുള്ള രീതിയിലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ പെയ്ത് നല്ല കോടയായിരുന്നു കേട്ടോ. അടുത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് കോടയായിരുന്നു. ഞാൻ ഒരുപാട് വട്ടം പൊന്മുടി പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നമ്മൾ റെയിൻ കോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ അത് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പൊന്മുടി അടിപൊളിയായിരുന്നു കേട്ടോ. ഈ മലനിരയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ സൂപ്പറായിരുന്നു. ഈ കാറ്റും മഴയും മഞ്ഞും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഉച്ചയ്ക്ക് ഇത്രയും കോടയാണെങ്കിൽ വൈകിട്ടത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മൾ തിരിച്ചു വന്നത് KSRTC ബസ്സിലായിരുന്നേ. നെടുമങ്ങാട് ഡിപ്പോയിലോട്ടുള്ള 5:15 ബസ്സിനായിരുന്നു നമ്മൾ തിരിച്ചു വന്നത്. ഞാനും എൻ്റെ കസിനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് പൊന്മുടി പോയത്. തിരിച്ചു വരുമ്പോൾ തിരക്ക് കുറവായിരുന്നു. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് വ്യൂസൊക്കെ കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റി. പിന്നെ ആണെങ്കിൽ അവിടെ കൊളയട്ടയുടെ ശല്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് സാനിറ്റൈസർ എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരുപാട് വട്ടം പൊന്മുടി പോയിട്ടുണ്ട്. ഈ വട്ടത്തെ യാത്ര അടിപൊളിയായിരുന്നു. കാര്യം ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എല്ലാം കിട്ടി. മഞ്ഞുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല രസമായിരുന്നു. അപ്പം ശരി, പിന്നെ കാണാം.